അപ്പോൾ നമുക്കൊരു പവർ സീരീസ് സിഗ്മ സി എൻ എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു പവർ സീരീസ്, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആറാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഗ്മ സി എൻ എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന പവർ സീരീസ് എ മൈനസ് ആർ എ പ്ലസ് ആർ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി സി എൻ എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ എന്ന് എഴുതാം. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി നോട്ട് പ്ലസ് സി വൺ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് സി ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ തീറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിനെ ഓരോ ടേമുകളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടും എന്നുള്ളതാണ്. അതായത് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സി നോട്ടിന്റെ ഡെറിവേറ്റീവ് 0, സി വൺ ഇൻറ്റു എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് 2c2 എക്സ് മൈനസ് എ പ്ലസ് 3c3 എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ടേം ബൈ ടേം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മാത്രമല്ല അതിന്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവുകളും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ എഫ് ഡാഷ് എക്സിനെയും നമുക്ക് ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2c2 പ്ലസ് 2 into 3c3 എക്സ് മൈനസ് എ പ്ലസ് അടുത്ത് നമുക്ക് വരിക, അടുത്തതിൽ എഫ് ഡാഷ് ഓഫ് എക്സിൽ വരുന്നത് 4c4 എക്സ് മൈനസ് എ ഓൾ ക്യൂബ് എന്നാണ്. അപ്പൊ നമുക്ക് 3,4c4 എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ. അതാണ് ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ തിയറം ഫോർ പവർ സീരീസ്. നമുക്ക് സി നോട്ട് പ്ലസ് സി വൺ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് സി ടു ഇൻറ്റു എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഒരു പവർ സീരീസ്, അതിന്റെ സം എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഈ സീരീസിലെ ഓരോ ടേമിനെയും നിങ്ങൾ ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും. ഈ c1 പ്ലസ് 2c2 ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് 3c3 ഇൻറ്റു എക്സ് മൈനസ് എ ഓൾ സ്ക്വയറിനെയാണ് ഇവിടെ സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൻ സി എൻ എൻ ഇൻറ്റു സി എൻ എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ മൈനസ് 1. അതിൽ എൻ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് c1. എൻ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ 2c2 എക്സ് മൈനസ് എ. എൻ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ 3c3 എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫ് ഡബിൾ ഡാഷ് എക്സ് നമ്മളിവിടെ എഴുതി. അതാണ് അതാ ഇവിടെ എൻ ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. അപ്പൊ എൻ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 2c2. എൻ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 2 into 3. എൻ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ 3 into 2 അത് തന്നെയാണ് 2 into 3 c3 എക്സ് മൈനസ് എ എന്ന് വരും. പിന്നെ എൻ ഈക്വൽ ടു 4 കൊടുക്കുമ്പോൾ 3 into 4 c4 എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര. മനസ്സിലായോ? Yes, sir. ഇപ്പോ ഉദാഹരണത്തിന് ഇതാ ഇവിടെ നമുക്ക് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന പവർ സീരീസ് എടുക്കാം. ഇതാണ് ചോദ്യം. ഫൈൻഡ് സീരീസ് ഫോർ എഫ് ഡാഷ് എക്സിനും എഫ് ഡബിൾ ഡാഷ് എക്സിനും ഉള്ള സീരീസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എക്സ് ആണ്. അതിന്റെ സീരീസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അത് നമുക്ക് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണല്ലോ. വിത്ത് ഫസ്റ്റ് ടൈം എക്സ്, അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ അത് 1/1 മൈനസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോ എഫ് ഡാഷ് എക്സിന്റെ സീരീസ് കിട്ടാനായിട്ട് ഈ റൈറ്റ് സൈഡിലെ സീരീസിനെ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതായത് നമുക്ക് ആദ്യത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, അടുത്തതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. സോ 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര.
സിഗ്മ n ഈക്വൽ ടു 1 to infinity n x raised to n-1 ഇതായിരിക്കും 1/1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവിന്റെ സീരീസ് എക്സ്പാൻഷൻ. 1/1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1/1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിനെ നമ്മൾ ഓരോ ടേമിനും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് സിഗ്മ n ഈക്വൽ ടു ഇൻഫിനിറ്റി n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് കിട്ടാനായിട്ട് ഇതിനെ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ 2 പ്ലസ് 2 ഇൻറ്റു 3x പ്ലസ് 3 ഇൻറ്റു 4x സ്ക്വയർ എന്ന് വരും, പ്ലസ് എക്സെട്ര. അതായത് സിഗ്മ n ഈക്വൽ ടു 2 വരും. 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2/1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ നമ്മൾ പോളിനോമിയലുകളെയൊക്കെ ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പവർ സീരീസിനെയും ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം. സാധാരണ പോലെ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്ലസ് എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് അതിന്റെ ഡെറിവേറ്റീവ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, is that okay? Yes, sir. ഇനി അതുപോലെ തന്നെയാണ് ടേം ബൈ ടേം ഇന്റഗ്രേഷൻ തിയറം. ടേം ബൈ ടേം ഇന്റഗ്രേഷൻ തിയറം ഇതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് c0 പ്ലസ് c1 ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് c2 ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സിട്ര ആണ് എങ്കിൽ നമുക്ക് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ c0നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് c0 എക്സ് പ്ലസ് c1 എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ by 2 plus c2 x minus a whole cube by 3 plus etc plus some constant c എന്ന് വരും. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ c0 സെക്കൻഡ് അവരെന്താന്ന് വെച്ചാൽ അവിടെ c0 ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് കൂടി എഴുതുന്നത് ശരിക്കും c0 എക്സ് എന്ന് മതി. അപ്പൊ ഇവിടെ c0 ഇൻറ്റു എക്സ് മൈനസ് എ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അതാണ് ഇവിടെ c0 ഇൻറ്റു n ഈക്വൽ ടു 0 c0 ഇൻറ്റു എക്സ് മൈനസ് എ എന്നാണ് വരും. അപ്പൊ c0 ഇൻറ്റു എ കോൺസ്റ്റന്റിനെ കൂടി ഒരുമിച്ച് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ട് എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനെ ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് അതിന്റെ വസ്തുതയായിട്ട് വരുന്നത്. ഇപ്പൊ കാണുന്നുണ്ടോ? Yes, sir. കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലം ഞാനിവിടെ എഴുതിയത് കാണുന്നില്ലേ? 1/1 ഇങ്ങനെയുണ്ടോ തുടങ്ങുന്ന 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര എന്ന സീരീസിന്റെ സം. അതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് a/1 മൈനസ് ആർ എന്ന് പറയുന്ന ഫോർമുല പ്രകാരം 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് കിട്ടും. അപ്പൊ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ദിസ് എന്ന് കിട്ടും.
ഇന്റഗ്രേറ്റ് ചെയ്യാം റൈറ്റ് സൈഡിൽ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ടാൻ ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 5/5 മൈനസ് എക്സ് റേസ് ടു 7/7 എക്സെട്ര ആണ് കിട്ടും. ഈ കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ ചെയ്യാൻ വേണ്ടി എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് സി റൈറ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ 0 അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 5/5 മൈനസ് എക്സ് റേസ് ടു 7 എക്സെട്ര. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 5/5 മൈനസ് എക്സെട്ര എന്ന് പറയുന്ന ആ സീരീസ് ആണ്. പെട്ടെന്ന് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 സം 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടുമെന്നും ഒക്കെ ഓർമ്മ വന്നാലാണ് ആ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുക. മനസ്സിലായോ? Yes, sir. അപ്പോ പവർ സീരീസിനെ നമുക്ക് ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് സീരീസ് ഫോർ ലോഗ് നാച്ചുറൽ 1 നമുക്കറിയാൻ നോക്കൂ 1/1 പ്ലസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. നമുക്കറിയാം 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് റേഷ്യോ മൈനസ് എക്സ് ആണ്. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് 1/1 പ്ലസ് എക്സ് എന്നാണ്. അപ്പൊ നമുക്ക് ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സെട്ര is equal to log natural 1 plus x plus c എന്ന് വരും. x equal to 0 കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ പുട്ട് x equal to 0. നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 0 ആവും. x equal to 0 കൊടുക്കുമ്പോൾ log natural 1 0 എന്ന് വരും. സോ 0 equal to 0 plus c, അതായത് c equal to 0 എന്ന് വരും. അതായത് minus square by 2 plus x cube by 3 minus x raised to 4/4 plus etc. ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് അവർ കുറച്ചുകൂടി വിശദീകരിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Is that okay? ക്ലിയർ ആണോ അത്? Yes, sir. ഇനി നമുക്ക് പവർ സീരീസുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ സാധാരണ പോലെ തന്നെ വെറുതെ ചെയ്താൽ മതി. അതായത് സിഗ്മ n equal to 0 to infinity an x raised to n ഉം സിഗ്മ n equal to 0 to infinity bn x raised to n ആണെങ്കിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സിഗ്മ n equal to 0 to infinity an plus bn x raised to n എന്ന് എഴുതാനായിട്ട് പറ്റും. സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അതുപോലെ പറ്റും. പക്ഷെ പവർ സീരീസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു റൂൾ ഉണ്ട്. അതാണ് സീരീസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് സിഗ്മ n equal to 0 to infinity an x raised to n, അത് a of x അല്ലെങ്കിൽ f of x. സിഗ്മ n equal to 0 to infinity bn x raised to n, അത് b of x ആണ് എങ്കിൽ a of x into b of x,
അതായത് സിഗ്മ n ഈക്വൽ ടു ഇൻഫിനിറ്റി സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി bn x റേസ് ടു n എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി cn x റേസ് ടു n ആണ്, വേർ cn ഈസ് ഗിവൺ ബൈ a0 bn പ്ലസ് a1 bn മൈനസ് 1 പ്ലസ് a2 bn മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് an b0. ഇതാണ് ആ സീരീസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഫോർമുല. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x റേസ് ടു n ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി bn x റേസ് ടു n എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി cn x റേസ് ടു n ആണ്. ഈ cn എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ cn ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c0 എന്നാൽ a0 b0 ആണ്. c1 എന്ന് പറഞ്ഞാൽ a0 b1 പ്ലസ് a1 b0 ആണ്. c2 എന്ന് പറഞ്ഞാൽ a0 b2 പ്ലസ് a1 b1 പ്ലസ് a2 b0 ആണ്. c3 എന്നാൽ a0 b3 പ്ലസ് a1 b2, ആ ബിയുടെ സബ്സ്ക്രിപ്റ്റ് കുറഞ്ഞു വരും, എയുടെ ഇങ്ങനെ കൂടി വരും, പ്ലസ് രണ്ടും കൂടി ആ സബ്സ്ക്രിപ്റ്റുകൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 വരണം, c3 ആയതുകൊണ്ട്. അതാണ് അതിന്റെ ജനറലി ഓർക്കാൻ സൗകര്യത്തിന് വേണ്ടി. cn നോക്കൂ, a0 a1 a2 അങ്ങനെ an വരെ. ഇത് bn മൈനസ് 1 bn മൈനസ് 2 തുടങ്ങി b0 വരെ. അപ്പൊ ഇത് a1 b2 പ്ലസ് a2 b1 പ്ലസ് a3 b0 അങ്ങനെ അങ്ങ് പോവും. അതാണ് അത്. മനസ്സിലായ പവർ സീരീസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന വിധം? ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. അതാ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഞാനത് ഇവിടെ ഇങ്ങനെ എഴുതാൻ കേട്ടോ, ഞാൻ അതിനകത്ത് എൻ്റെ ഇടയിൽ എഴുതി ഉണ്ടാക്കുന്നു. ഇപ്പൊ നമുക്കറിയാം 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറയുന്നതാണ് 1/1 മൈനസ് എക്സ്. ഞാനത് ഒരു തവണ കൂടി ചെയ്ത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ നമ്മൾ ഇത് എ ഓഫ് എക്സ് ഇങ്ങനെ മനസ്സിലാക്കുക. എ ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നാണെന്നും, ഇത് ബി ഓഫ് എക്സ്, എ ഓഫ് എക്സ് തന്നെയാണ് അത് എങ്കിലും ഞാൻ ആ ഫോർമുലയിൽ പറയാൻ വേണ്ടിയിട്ട് b0 പ്ലസ് b1 എക്സ് പ്ലസ് b2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ആണെന്നും. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ a0ഉം a1ഉം a2ഉം ഇതെല്ലാം 1 ആണ്. അതുപോലെ b0ഉം b1ഉം b2ഉം ഇതെല്ലാം 1 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1/1 മൈനസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതായത് 1/1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി അതെങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എങ്കിലും അതിൻ്റെ ഒരു ഫോർമുല പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് c0 എന്താണെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ an x റേസ് ടു n ഇൻറ്റു സിഗ്മ bn x റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ cn x റേസ് ടു n ആണെന്ന് നമുക്കറിയാം. വേർ c0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a0 b0 ആണ്.
അതായത് സി നോട്ട് എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. കാരണം എ നോട്ടും ബി നോട്ടും 1 ആണല്ലോ. C1 എന്ന് പറഞ്ഞാൽ എ നോട്ട് B1 പ്ലസ് A1 B നോട്ട് ആണ്. അതായത് നമുക്ക് 1 + 1 = 2 എന്ന് വരും. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നോട്ട് B2 പ്ലസ് A1 B1 പ്ലസ് A2 B നോട്ട് ആണ്. അതായത് 1 + 1 + 1 = 3 എന്ന് വരും. C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A0 B3 പ്ലസ് A1 B2 പ്ലസ് A2 B1 പ്ലസ് A3 B0 എന്ന് വരും. അതായത് 1 + 1 + 1 + 1 4 എന്ന് വരും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C0 പ്ലസ് C1x അതായത് 2x പ്ലസ് C2x² അതായത് 3x² പ്ലസ് C3x³ 4x³ പ്ലസ് എക്സെട്രാ. ഇതാണ് നമുക്ക് 1/1 - x² എന്നുള്ളത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. അതാണ് ഇവിടെ വിശദീകരിച്ച് ഈ പ്രോബ്ലത്തിൽ എഴുതി കാണും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതേ സീരീസ് തന്നെയാണ്. 1/1 - x². 1/1 - xന്റെ ഡെറിവേറ്റീവും ആണ് 1/1 - x × 1/1 - x ആണ്. മനസ്സിലായോ പ്രോബ്ലം ചെയ്തത്? Yes, sir. ഇനി നമുക്കിതാ ഈ ഒരു പ്രോബ്ലം വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം e⁻x 1 + x + x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ പ്ലസ് x⁵5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ എന്ന് പറയുന്നതാണ് e⁻x. അപ്പോൾ e⁻x എന്ന് പറഞ്ഞാൽ 1 + x പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് e⁻x പ്ലസ് c = നമുക്ക് കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ 1. ആദ്യത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 എന്നാ വരും. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. 1 + 2x/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ x വരും പ്ലസ് 3x² 3 ഫാക്ടോറിയൽ. ഞാൻ വേണമെങ്കിൽ അത് എഴുതാം. (0 + 1 + 2x/2 ഫാക്ടോറിയൽ പ്ലസ് 3x/3 ഫാക്ടോറിയൽ പ്ലസ് 3x അല്ല 3x². 4x³ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ എന്ന് വരും. അതായത് 1 + x പ്ലസ് x²/2 ഫാക്ടോറിയൽ. ഇവിടെ 3 ഫാക്ടോറിയൽ 1 × 2 × 3 ആണ്. 3 ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ അത് 2 ഫാക്ടോറിയൽ ആവും. പ്ലസ് അടുത്തത് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ എന്ന് വരും. അപ്പൊ ആ c കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ x = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 1 + c = 1 എന്ന് വരും. അതിന്റെ അർത്ഥം c = 0 എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? e⁻x. e⁻xനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ കിട്ടണമല്ലോ. അതൊന്ന് വെരിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ.
ഐ എം സോറി, ഇത് ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് സി ഒന്നും ഇല്ല കേട്ടോ. യു ആർ ഡിഫറൻഷിയേറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് സി ഇല്ല, നമുക്ക് ഒഴിവാക്കാം. ഇൻ്റഗ്രേഷനിലാണ് അത് വരിക. നമുക്ക് നേരിട്ട് തന്നെ കിട്ടും, ഇതൊന്നും വേണ്ട. ഇന്റഗ്രേഷൻ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കാം. നമുക്ക് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിന്റെ എ പാർട്ടിന്റെ ഉത്തരമാണ് കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടണത്. ഇത് ബി പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്നല്ല, ഇ റേസ് ടു എക്സ് പ്ലസ് സി. സി അത് റൈറ്റ് സൈഡിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പ്ലസ് സി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 എന്ന് വരും. അതായത് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. നമുക്ക് ആ സി കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് 1 പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് സി എന്ന് പറയുന്നത് -1 ആണ് എന്ന് വരും. അതായത് ഇ റേസ് ടു എക്സ് -1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അതുകൊണ്ട് നമുക്ക് അതിന് ഇ റേസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് തന്നെയാണല്ലോ വരും. ഈ 1 അപ്പുറത്തേക്ക് -1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അതാണ് ഇ റേസ് ടു എക്സിന്റെ സീരീസ് എക്സ്പാൻഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് സീരീസ് ഫോർ ഇ റേസ് ടു എക്സ് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടും സീരീസ് ഫോർ ഇ റേസ് ടു എക്സ് നമുക്ക് കിട്ടും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ. Is that okay? Yes, sir. ഇനി അതുപോലെ നമുക്ക് ഇത് സൈൻ എക്സിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആണ്, അത് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഉണ്ട്. പിന്നെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 9 ബൈ 9 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 11 ബൈ 11 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര കിട്ടും. അപ്പം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക്
cos x plus c is equal to 1 minus x square by 2 factorial. 3 cancel ചെയ്തു പോകും. 3x square plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus x raised to 8 by 8 factorial minus x raised to 10 by 10 factorial plus etc. ഡിഫറൻഷിയേറ്റ് ചെയ്ത് cos x plus c യുടെ കാര്യമില്ല, cos x എന്ന് മാത്രം മതി. ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് cos x ന്റെ സീരീസ് എക്സ്പാൻഷൻ കിട്ടും. അത് sin x എല്ലാ എക്സുകൾക്കും കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് cos x ഉം എല്ലാ എക്സുകൾക്കും കൺവേർജ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അവർ പറയണത് ഈ എക്സിന് പകരം ടു എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സൈൻ 2x സീരീസ് കിട്ടും എന്നുള്ളതാണ്. അതായത് സൈൻ 2x എന്ന് പറഞ്ഞാൽ 2x മൈനസ് 2x all cube by 3 factorial plus 2x all raised to 5 minus 2x all raised to 7 factorial plus 2x all raised to 9 by 9 factorial minus 2x all raised to 11 by 11 factorial plus etc. അതാണ് സൈൻ 2x സീരീസ് എക്സ്പാൻഷൻ നമുക്ക് കിട്ടുന്നത്. എക്സിന് പകരം 2x എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. Is that okay?